എല്ലാം പൊട്ടിപ്പോകുന്നതിന് ഈ സാധനം പൊട്ടിയില്ല. അപ്പൊ ഒരു ചെറിയ ഡിഗ്രി കറക്റ്റ് പോയി. എന്തൊക്കെയല്ലേ ഭയങ്കര എന്താ പറയാ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് കൺട്രോൾ സിസ്റ്റം ഭയങ്കരമാണ്. പക്ഷെ അത് അഡ്വാൻസ് സ്ഥലത്താണ് ഉപയോഗിക്കുന്നത് മാത്രം. അതെ അതെ. എക്സ്പെഷ്യലി ഇപ്പൊ നമ്മളിപ്പോ ഈ ബ്രഹ്മോസ് ഇതിന്റെ വേറെ ലീനിയർ കൺട്രോൾ സിസ്റ്റം അല്ല, നീ വേറെ അഡ്വാൻസ്ഡ് കൺട്രോൾ സിസ്റ്റം പഠിക്കാനുണ്ട്. അതിന്റെ മുകളിൽ സ്റ്റേറ്റ് സ്പേസ് ഉള്ള സാധനം, സ്റ്റേറ്റ് സ്പേസ് മെട്രിക്സ്. പക്ഷെ അതൊക്കെ നമ്മള് മാത്സേ പഠിക്കുന്നുള്ളൂ. ഈ ഇപ്പൊ നമ്മൾ ഫിസിക്കൽ വേരിയബിൾസ് അല്ലേ ചെയ്യുന്നത്. നമ്മളിപ്പം മൂൺ ലാൻഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു 300 days പുറകിലാണ് ഇത് ഡിസൈൻ ചെയ്യുക. അപ്പൊ 300 വർഷം കഴിഞ്ഞുള്ള അവിടുത്തെ വെതർ കണ്ടീഷൻ അനുസരിച്ചുള്ള ട്യൂണിങ് ഇവിടെ ഇപ്പം ചെയ്യണം. അല്ല അതിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചാൽ ഈ പോകുന്ന റൂട്ടിലുള്ള ഈ ഓർബിറ്റ് ഈ സമയത്ത് സൂര്യനും ചന്ദ്രനും എവിടെ ഇരിക്കുന്നു ഇവിടെ നിന്ന് ഇപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ കയറ്റി വിടുന്നത്. അതപ്പോ അവിടെ എത്തുന്ന സമയത്ത് ടൈമാണ് ഈ മൈനസ് ചെയ്യുന്നത്. 10, 9, 6, 7 അവര് ഒരു സമയം ഇട്ടിട്ടുണ്ടാവും. ആ സമയത്ത് ലോഞ്ച് ചെയ്താൽ ഈ സോഫ്റ്റ്വെയറിലുള്ള എല്ലാ മാച്ച് ആവുള്ളൂ. ആ ടൈമാണ് ഈ 10, 9, 8, 7 തന്നെ പൂജ്യമാവുന്ന. അതാണ് ഇപ്പൊ അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ മിഷൻ അബോട്ട് ചെയ്ത് വേറെ ദിവസത്തേക്കല്ലേ മാറ്റി എൻറ്റയർലി അതിന് ഇതുണ്ടാവും ഓക്സിലറി പ്ലാൻ. അതായത് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് വേറെ അതേപോലെ ഡേറ്റ് സെയിം കോൺസ്റ്റലേഷൻസ് സെയിം ആയിട്ട് വരുന്ന വേറെ ഡേറ്റ്സ് ഉണ്ടാവും. അതാണ് ഈ മാറ്റി വെക്കുന്നത്. പണ്ടൊക്കെ വിചാരിക്കുന്നത് ഓക്കെ ഇനി ഒന്നേന്ന് എണ്ണിയാ പോരെ. അതെന്താ വെച്ചാൽ ഗ്രാവിറ്റി അസിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം അതിന്റെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കറങ്ങി വെലോസിറ്റി കൂട്ടി മാക്സിമം വെലോസിറ്റി ആയി ആ സമയത്ത് പുഷ് ചെയ്തു. US എന്താ വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നേരെ പോവാണ്. അതായത് ഒരു ഫ്യൂവൽ കൊടുത്ത് പൈസ ഇറക്കി, അത്രയും ബില്യൺസ് ഓഫ് പൈസ ഇറക്കി. അപ്പൊ നമുക്ക് പൈസയിലൊന്നുമില്ല. നമ്മളിങ്ങനെ വെച്ച് ആദ്യം എർത്തിന്റെ റിലീസ് ചെയ്യിപ്പിച്ച് പിന്നെ മൂണിനെ കൊണ്ട് അട്രാക്ട് ചെയ്യിപ്പിച്ച് ഭയങ്കര ബില്യൺസ് ഓഫ് പോവാ. അത് ഒരു അവര് ചെയ്തതിന്റെ ഒരു 80% ലാഭത്തിൽ നമ്മള് ലാഭത്തിൽ ചെയ്തു.